ഏത് കണക്കങ്ങ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ 2009 ഇലക്ഷൻ, 2014 ഇലക്ഷൻ, 2019 ഇലക്ഷൻ, 2023 ഇലക്ഷൻ, ഈ 4 തെരഞ്ഞെടുപ്പുകൾ, അവസാനം നടന്ന 4 തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട് ഏതാ? കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട് 4,14,541 വോട്ട് TN പ്രതാപന് കിട്ടിയ വോട്ട്. കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ട് ഏതാ? KP ധനപാലന് കിട്ടിയ 3,50,000 വോട്ട്. അതിൽ നിന്ന് വോട്ട് വർദ്ധിച്ചിട്ടും 3,27,000 വോട്ടായി കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ പറഞ്ഞത് KP ധനപാലൻ 4 തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ 3,50,000 മുതൽ 4,14,000 വരെ വോട്ട് പിടിച്ച കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF ഐക്യജനാധിപത്യ മുന്നണി 3,27,000 വോട്ടായി താഴത്തോട്ട് പോകുന്നതിൻ്റെ കഥയാണ് ഇവിടെ കണക്ക്. ഞങ്ങൾ അങ്ങനെയായിരുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും അവസാനം ഏറ്റവും കുറഞ്ഞത് ഈ 4 തെരഞ്ഞെടുപ്പിനകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ പാറ്റേണിലല്ല കാണേണ്ടത്. നിങ്ങൾ പറഞ്ഞ ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായത് എന്താ? ഇത്തവണ പൊന്നാനിയിൽ മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ നോമിനേഷൻ കൊടുത്ത് തള്ളിപ്പോയി. പുറത്തുള്ളൊരു സ്ഥാനാർത്ഥിയെ BJP മത്സരിപ്പിച്ച കാലത്ത് 2 പേർക്ക് കിട്ടിയ വോട്ടിൻ്റെ കണക്കാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ ഏറ്റവും മോശമായി 4 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ട് 3,20,000 ആ വോട്ടിനേക്കാൾ ഇത്തവണ വോട്ടിൻ്റെ അളവിൽ വർധനമുണ്ടാക്കാൻ മണ്ഡലങ്ങൾ തിരിച്ചു നോക്കിയാൽ മനസ്സിലാകും. ആ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. 92,000-ലേറെ വോട്ടുകളുടെ അപകടകരമായ കുറവ് കോൺഗ്രസിനുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറയാൻ ശ്രമിച്ചത് എന്നാണ് എൻ്റെ ധാരണ. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 4,14,000 വോട്ട് മാത്രമല്ല, ഇതിനു മുമ്പ് ഒരിക്കൽ പോലും 3,27,000 എന്ന് പറയുന്നൊരു വോട്ടിൻ്റെ ഘടനയിലേക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ പോലെ എല്ലാ കാലത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് കുറച്ചൊരു മെജോറിറ്റി ഉണ്ടാക്കാൻ കഴിയാറുള്ള ഒരു മണ്ഡലത്തിനകത്ത് പുറകോട്ട് പോയി എന്നാണ് ഞങ്ങളുടെ കണക്ക്. ആ കണക്ക് തന്നെ കോൺഗ്രസിനുള്ളത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും UDFൻ്റെ ചെയർമാനും രാജിവെച്ചത് എന്നാണ് എൻ്റെ നിർദ്ദേശം.